നമ്മൾ ധാരാളം ബാങ്ക് റോബറികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ കുറച്ച് കഥകൾ ചെയ്തിട്ടുമുണ്ട്. ആൻവർപ്പ് ഡയമണ്ട് ഹിസ്റ്റ്, അതുപോലെ മാർഗരറ്റ് രാജകുമാരിയുടെ നഗ്നചിത്രങ്ങൾ വീണ്ടെടുക്കുവാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒത്താശയോടെ നടത്തിയിട്ടുള്ള ഒരു ബാങ്ക് റോബറി. അതാണ് പിന്നീട് ബാങ്ക് ജോബ് എന്ന പേര് സിനിമയായിട്ട് വന്നത്. അതുപോലെ ലെനിനും സ്റ്റാലിനും ഒരു ബാങ്ക് കൊള്ളയടിച്ച സംഭവമുണ്ട്. അതും നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ നിരവധിയായിട്ടുള്ള ബാങ്ക് കൊള്ളകൾ നടന്നിട്ടുണ്ട്. ഈ കൊള്ളകളിലെല്ലാം പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഏതാനും ആളുകൾ ചേർന്ന് കുറച്ച് മാസക്കാലം ഒരു പ്ലാൻ ചെയ്യുന്നു, പിന്നെ ആ പ്ലാൻ നടപ്പിലാക്കുന്നു. മുഖംമൂടിയും മറ്റും ധരിച്ചവർ ബാങ്കിലേക്ക് വരുന്നു. തോക്കോ കത്തിയോ അതുപോലെ മറ്റെന്തെങ്കിലുമോ കാട്ടി ഭീഷണിപ്പെടുത്തി അവിടെയുള്ള പണവും സ്വർണവും അടിച്ചു മാറ്റുന്നു. എന്നിട്ട് എത്രയും വേഗം പുറത്തിറങ്ങി രക്ഷപ്പെടുന്നു. ഒട്ടും വൈകാതെ പോലീസിന്റെ പിടിയിലുമാകുന്നു. എന്നാൽ ഇത്തരം ബാങ്ക് റോബറികളിലെല്ലാം പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഒരു വയലൻസ് നിശ്ചയമായിട്ടും അവിടെ നടക്കും. ആർക്കെങ്കിലും പരിക്കേൽക്കും, ചിലരാകട്ടെ കൊല്ലപ്പെടും. ലെനിനും സ്റ്റാലിനും നടത്തിയ ബാങ്ക് റോബറി ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ട ഒന്നാണ്. എന്നാൽ ഈ ആധുനിക കാലത്ത് കമ്പ്യൂട്ടറിന്റെയും മറ്റും വരവോടെ മണി ഹീസ്റ്റിന്റെ രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മണി ഹീസ്റ്റ് ആണ് ട്രെൻഡിങ്. ഇപ്പോൾ റോബേഴ്സിന് തോക്കും അതുപോലെയുള്ള മറ്റ് ആയുധങ്ങളുമായിട്ട് ഒരു ബാങ്കിലേക്ക് കടന്നു കയറേണ്ട ആവശ്യമില്ല. മറിച്ച് ഒരു മുറിക്കുള്ളിൽ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നാൽ മതി. നല്ല ഹാക്കർമാരുണ്ടെങ്കിൽ ഒരു ഈച്ച പോലും അറിയാതെ ബാങ്കിന്റെ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറിയിട്ട് പണം അവർ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്ക് മാറ്റിക്കളയും. അങ്ങനെയും കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയുന്ന കഥ ഇതിൽ നിന്നെല്ലാം വളരെയേറെ വ്യത്യസ്തമാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ സഹായമില്ലാതെ, ഒരു ചെവിത്തോണ്ടി പോലും ഉയർത്തിക്കാട്ടി ആരെയും ഭീഷണിപ്പെടുത്താതെ വളരെ സുന്ദരമായിട്ട് 2000 കോടിയോളം രൂപ അടിച്ചു മാറ്റിയൊരു കള്ളന്റെ കഥ. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആഭിചാരം കൊണ്ട് അല്ലെങ്കിൽ ദുർമന്ത്രവാദം കൊണ്ട് ഒരു ബാങ്ക് കൊള്ളയടിച്ചവന്റെ കഥ. ഈ കഥ മുൻപോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ അവിശ്വസനീയമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നിയേക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ റോബറിന്റെ മിടുക്കാണ്. ഒരു പക്ഷേ കഥയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇയാൾ ഒരു ഹീറോ ആയിട്ട് മാറിയേക്കാം. ഒരു റോബിൻഹുഡ് പോലെ. ഈ റോബറിനോട് ഒരു അനുകമ്പ തോന്നുവാൻ സാധ്യതയുണ്ട്. 2000 കോടി രൂപ കൊള്ളയടിച്ചൊരു മനുഷ്യനോട് എങ്ങനെയാണ് ബഹുമാനം തോന്നുക എന്ന് നിങ്ങൾ ഈ പലരും ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കണം, അതാണ് അതിന്റെ കറക്റ്റ് വേ. എന്നാൽ ഈ കഥയുടെ അവസാനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് സംഭവിച്ചിരിക്കും. മാത്രവുമല്ല, ഈ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മുടെ ആക്ടർ ബാലയുടെ പ്രേതം എന്നിൽ ആവേശിക്കുവാനായിട്ട് ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അത് അല്പസമയത്തേക്ക് കാണൂ, പേടിക്കണ്ട. വർഷം 1995, സ്ഥലം ദുബായ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ദുബായിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ബാങ്ക്. പതിവ് പോലെ അന്നും രാവിലെ ആളുകൾ ബാങ്കിലേക്ക് എത്തുകയും അവരുടെ ട്രാൻസാക്ഷനുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബാങ്കിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. ആളൊരു ആഫ്രിക്കനാണ്. മാത്രവുമല്ല അജാനുബാഹുവാണ്. നല്ല ഹൈറ്റും ഉണ്ട്, വെയിറ്റും ഉണ്ട്. ബാങ്കിലേക്ക് കടന്നു വന്ന ഈ അപരിചിതൻ അവിടെയുള്ള ഒരു എംപ്ലോയിയുടെ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. എനിക്ക് എത്രയും വേഗം നിങ്ങളുടെ ബാങ്ക് മാനേജറെ ഒന്ന് കാണണം, അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കുവാനുണ്ട്. ഈ അപരിചിതന്റെ ആവശ്യം കേട്ടതും ഈ എംപ്ലോയി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഹലോ സാർ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയൂ, മാനേജറെ കാണേണ്ടതിന്റെ ആവശ്യവും പറയൂ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഈ മനുഷ്യൻ സ്വയം പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ഭൂതങ്ക ബാബാനി സിസാക്കോ എന്നാണ്. ആഫ്രിക്കൻ കൺട്രിയായ മാലിയിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ മാനേജറെ ഒന്ന് കാണണം, അതിനനുവദിക്കണം. അപ്പോൾ ഈ ബാങ്ക് എംപ്ലോയി അയാളോട് ഇങ്ങനെ പറഞ്ഞു, മാനേജറെ കാണുക എന്നുള്ളത് അത്ര എളുപ്പമല്ല സാർ, അതിന് ധാരാളം നടപടികളുണ്ട്. അപ്പോൾ സിസോക്കോ ഈ എംപ്ലോയിയോട് പറയുകയാണ്, ഡേയ് വാളിച്ചക്കൻ, ആട്ടിൻകാട്ടവും കൂർക്കക്കിഴങ്ങും കണ്ടാ തിരിച്ചറിയാത്തവനെ, ഞാൻ നിന്നോട് കിന്നരിക്കുവാനൊന്നും അല്ല ഇവിടെ വന്നത്. നീ എന്നെ അങ്ങനെ സാധാരണക്കാരനായിട്ട് കാണുകയും വേണ്ട. മറിച്ച് വലിയൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാങ്കിലേക്ക് വന്നത്. അതുവഴി നിങ്ങളുടെ ബാങ്കിന് കോടികളുടെ ലാഭവും കിട്ടും. അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് ബാങ്ക് മാനേജറെ കണ്ടേ പറ്റൂ. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ ജോലിക്കാരൻ ബാങ്ക് മാനേജറെ അയാൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരു കാര്യം തുടക്കത്തിലേ പറയാം, ഇയാളുടെ പേര് യഥാർത്ഥത്തിൽ ഉച്ചരിക്കേണ്ടത് ഫൗട്ടങ്ക ബബാനി സിസ്കോ എന്നാണ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഭൂതങ്ക ബാബാനി സിസ്കോ എന്നേ പറയൂ. കാരണം ഈ കഥയിൽ അങ്ങനെ ഒരു സംഭവം കടന്നു വരുന്നുണ്ട്. ഞാൻ ഭൂതങ്ക എന്ന് പറയുമ്പോഴും നിങ്ങൾ കേൾക്കേണ്ടത് ഫൗട്ടങ്ക എന്നായിരിക്കണം. ഈ ബാങ്ക് മാനേജറുടെ പേര് മുഹമ്മദ് അയൂബ് എന്നാണ്. തൊട്ടു മുൻപ് ബാങ്ക് എംപ്ലോയിയുടെ അടുക്കൽ സ്വയം അവതരിപ്പിച്ചതുപോലെ ഈ ബാങ്ക് മാനേജരെയും തന്നെ പരിചയപ്പെടുത്തുകയാണ് അയാൾ. സാർ, എൻ്റെ പേര് ഭൂതങ്ക ബാബാനി സിസാക്കോ എന്നാണ്. ആഫ്രിക്കയിലെ മാലിയാണ് സ്ഥലം. ഞാൻ ഇവിടെ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് വന്നതാണ്. കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്കൊരു ആഡംബര കാർ വാങ്ങണമെന്നുണ്ട്. അതിനു വേണ്ടിയിട്ടൊരു ലോൺ വേണം. അതിനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ബാങ്ക് മാനേജർ മുഹമ്മദ് അയൂബ് അയാളോട് ഇങ്ങനെ പറയുകയാണ്, സാർ, അതൊരിക്കലും സാധിക്കില്ല. ഞങ്ങളുടെ ബാങ്കിന്റെ നിയമം അത് അനുവദിക്കില്ല. നിങ്ങൾക്കൊരു ലോൺ വേണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ റെസിഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ജോലി ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ പകരം പണയം വയ്ക്കുവാനായിട്ട് എന്തെങ്കിലും ഈടെ ഇവിടെ തരണം. ഇതൊന്നുമില്ലാതെ വിസിറ്റിംഗ് വിസയിൽ വന്ന നിങ്ങൾക്ക് ലോൺ അനുവദിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല. അതിനുശേഷം എന്താണ് ഉണ്ടായതെന്ന് അറിയില്ല.
ഈ ബാങ്ക് മാനേജർ സിസോക്കോയും അടച്ചിട്ട മുറിയിലിരുന്ന് ഏകദേശം ഒരു 2-3 മണിക്കൂർ സംസാരിക്കുകയാണ്. ഈ സംസാരത്തിന്റെ ഒടുവിൽ ഒരു അത്ഭുതം സംഭവിച്ചു. ബാങ്കിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് സിസോക്കോയ്ക്ക് ലോൺ അനുവദിച്ചുകൊണ്ടുള്ള എഗ്രിമെന്റിൽ ഈ മാനേജർ സൈൻ ചെയ്യുകയാണ്. ഒട്ടും വൈകാതെ ലോൺ അനുവദിച്ചു. അയാൾക്ക് കാറും കിട്ടി. അങ്ങനെ ഇരിക്കെ ഈ സിസോക്കോയിൽ നിന്നും ബാങ്ക് മാനേജർക്ക് ഒരു ദിവസം ഒരു ഫോൺ കോൾ വരികയാണ്. ഭൂതങ്ക ബാബാനി മുഹമ്മദ് അയ്യൂബിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സാർ, നിങ്ങൾ ലോൺ അനുവദിച്ചു തന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് താങ്കളെ ഒന്ന് സൽക്കരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരുമോ? അപ്പോൾ മുഹമ്മദ് അയ്യൂബ് അയാളോട് പറയുകയാണ്: സാർ, താങ്കൾ ബാങ്കിന്റെ ഒരു ഉപഭോക്താവാണ്, ഞാനാകട്ടെ മാനേജരും. ഞങ്ങൾക്ക് ഇത്തരം നന്ദി പ്രകടന വിരുന്നുകളിൽ പങ്കെടുക്കുവാനായിട്ട് അനുവാദമില്ല. അതുകൊണ്ട് ക്ഷമിക്കണം. പക്ഷേ സിസോക്കോ വിട്ടില്ല. അയാൾ തുടർന്ന് പറഞ്ഞു: താങ്കൾ എന്തായാലും എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. അതോർത്ത് താങ്കൾക്ക് ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. ലോകത്തിൽ ആരും ചെയ്യാത്ത ഒരു കാര്യം, ലോകത്തിൽ ഇന്നുവരെ ആരും കാണാത്ത ഒരു കാര്യം ഇന്ന് ഞാൻ താങ്കളെ കാണിക്കും. അത് കണ്ടു കഴിയുമ്പോൾ എൻ്റെ ക്ഷണം സ്വീകരിച്ചതോർത്ത് താങ്കൾ സന്തോഷിക്കും. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നേ പറ്റൂ. ഒടുവിൽ അയാളുടെ നിർബന്ധം കാരണം അന്ന് വൈകുന്നേരം താൻ അയാളുടെ വീട്ടിലേക്ക് വരാമെന്ന് മുഹമ്മദ് അയ്യൂബ് സമ്മതിക്കുകയാണ്. പറഞ്ഞതുപോലെ മുഹമ്മദ് അയ്യൂബ് അന്ന് വൈകിട്ട് സിസോക്കോയുടെ വീട്ടിൽ എത്തുകയാണ്. ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുത്ത് അദ്ദേഹം അയാളെ സ്വാഗതം ചെയ്തു. പിന്നെ ഇരുവരും ലിവിംഗ് റൂമിലിരുന്ന് ഏറെ നേരം സംസാരിച്ചു. ആ സംസാരത്തിന്റെ ഇടയിൽ സിസോക്കോ ഒരു കാര്യം മുഹമ്മദ് അയ്യൂബിനോട് പറഞ്ഞു: സാർ, ലോകത്തിൽ ആരും കാണിക്കാത്ത ഒരു കാര്യം താങ്കളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? അതിതാണ്, എനിക്ക് ബ്ലാക്ക് മാജിക് അറിയാം. അതും കൂടാതെ ഒരു ജിന്നിനെ ഞാൻ അടിമയാക്കി വെച്ചിട്ടുണ്ട്. ഈ ജിന്നിന്റെ സഹായം മൂലം ഒരു കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിയും. അത് വേറെ ഒന്നുമല്ല, പണം ഇരട്ടിപ്പ് വിദ്യയാണ്. നമ്മൾ ആ ജിന്നിന്റെ അടുത്ത് എത്ര രൂപ കൊടുക്കുന്നുവോ അത് ഡബിൾ ഇരട്ടിയായിട്ട് അത് തിരിച്ചു നൽകും. മുഹമ്മദ് അയ്യൂബിന് ഭൂതങ്ക ബാബാനിയുടെ പ്രസ്താവന കേട്ടിട്ട് ചിരിയാണ് വന്നത്. ഈ കാലഘട്ടത്തിലും ഇത്തരം മണ്ടത്തരത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടോ? പണം ഇരട്ടിപ്പ് വിദ്യ, അതും ജിന്നിന്റെ സഹായത്തോടെ. ഇതൊക്കെ നടപടിയുള്ള കാര്യമാണോ എന്ന് അയാൾ ചോദിച്ചു. ബാബാനി അയാളോട് താങ്കൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാനിത് നേരിട്ടിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എങ്ങനെ കാണിച്ചു തരുമെന്നായി അയ്യൂബ്. ശരി, താങ്കളുടെ അടുക്കൽ ഇപ്പോൾ എത്ര പണമുണ്ട്? ഒരു കസ്റ്റമർക്ക് കൊടുക്കുവാനായിട്ട് എടുത്തു വെച്ച ഏകദേശം 1 ലക്ഷത്തോളം ദുബായ് മണി തന്റെ കൈവശമുണ്ടെന്ന് മുഹമ്മദ് അയ്യൂബ് പറഞ്ഞു. എങ്കിൽ ശരി, ഒരു കാര്യം ചെയ്യൂ, ആ പണം എന്നെ ഏൽപ്പിക്കൂ. കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ ആ 1 ലക്ഷം എന്ന സംഖ്യ 2 ലക്ഷമാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നാൽ പിന്നെ അതൊന്ന് കാണണമെന്നായി മുഹമ്മദ് അയ്യൂബിന്. ഒരു ബാങ്ക് മാനേജറാണെന്ന് വെച്ച് മനുഷ്യനെ ഊളേഷ് കുമാർ ആക്കുന്നതിനും ഒരു പരിധിയില്ലേ? അയാൾ പടക്കെ ഓടിപ്പോയിട്ട് വേഗം കാറിൽ നിന്നും 1 ലക്ഷത്തോളം ദിർഹംസ് എടുത്തുകൊണ്ടുവന്ന് ബാബാനിയുടെ മുമ്പിൽ വയ്ക്കുകയാണ്. എന്നിട്ട് മിഥുനത്തിൽ ഇന്നസെന്റ് ചേട്ടൻ നോക്കും പോലെ കാണിക്കടാ കാണിക്കടാ, നോട്ട് ഇരട്ടിപ്പിച്ച് കാണിക്കടാ എന്ന ഭാവത്തിൽ നിൽക്കുവാണ്. ഭൂതങ്ക ബാബാനി സിസാക്കോ, ആ പേര് തന്നെ ഒരു കുഴപ്പം പിടിച്ച പേരാണ്. അയാൾ ആ ദിർഹംസ് അടങ്ങിയ സൂട്ട് കേസ് എടുത്തു. പിന്നെ ഒരു മുറിയിലേക്ക് പോയി. തൊട്ടു പിന്നാലെ മുഹമ്മദും. ആ മുറിക്കുള്ളിൽ മുഹമ്മദ് അയ്യൂബിനെ കാത്തിരുന്നത് മറ്റൊരു ലോകമായിരുന്നു. മുറിയിൽ എമ്പാടും പുകമയം. അവ്യക്തമായിട്ട് മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കൾ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. ഒരു സാത്താനിക് റിച്വൽ നടക്കുന്ന മുറി പോലെയാണ് അത് കാണപ്പെട്ടത്. ആ മുറിയുടെ മധ്യത്തിലായിട്ട് ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിലേക്ക് സിസാക്കോ മുഹമ്മദ് കാണും വിധം ആ സൂട്ട് കേസ് എടുത്തു വെച്ചു. എന്നിട്ട് അയാളോട് ഇങ്ങനെ പറഞ്ഞു: ജിന്നു വരും, നോട്ട് ഇരട്ടിപ്പിച്ച് വരും. പക്ഷെ ജിന്നു വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടരുത്. അങ്ങനെ സംഭവിച്ചാൽ ഈ ബ്ലാക്ക് മാജിക് വിജയിക്കില്ല. സമ്മതമാണോ? മുഹമ്മദ് അയ്യൂബ് സാധാരണ എന്തായിരിക്കും പറയുക? ഒരു കുഴപ്പവുമില്ല, എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം സിസാക്കോ ആഫ്രിക്കൻ ഭാഷയിൽ ചില മന്ത്രോച്ചാരണങ്ങൾ ആരംഭിച്ചു. മന്ത്രോച്ചാരണം തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ പൊടുന്നനെ കരണ്ട് പോയി. റൂം ആകെ ഇരുട്ടായി. അതിനുശേഷം സംഭവിച്ചത് ഇതായിരുന്നു. ആ റൂമിന്റെ ഉള്ളിൽ ഒരു കബോർഡുണ്ട്. കരണ്ട് പോയിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും ആ കബോർഡും തള്ളി തുറന്നൊരു രൂപം പുറത്തേക്ക് ചാടി. എന്നെ വെറുതെ വിടൂ എന്ന ആ രൂപം നിലവിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് പൊടുന്നനെ അപ്രത്യക്ഷമായി. ഇത്തവണ ഞെട്ടിയത് മുഹമ്മദ് അയ്യൂബാണ്. ഇത്രയും നേരം വരെ ഈ റൂമിന്റെ ഉള്ളിൽ തങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ എന്നാണ് അയാൾ വിചാരിച്ചത്. എന്നാൽ ഇതാ ഒരു രൂപം പുറത്തു ചാടിയിരിക്കുന്നു. അതിന്റെ ശബ്ദവും താൻ കേട്ടതാണ്. പൊടുന്നനെ അത് അപ്രത്യക്ഷവുമായി. മാനേജറുടെ മുഖത്തെ ഭയം കണ്ട് ഭൂതങ്ക ബാബാനി അയാളോട് പറഞ്ഞു: ആ വന്നത് വേറെ ആരുമല്ല, ജിന്നാണ്. ഞാൻ അവനെ കീഴ്പ്പെടുത്തി അവന്റെ സഹായത്തോടെ ഈ നോട്ട് ഇരട്ടിയാക്കാനായിട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് മാജിക് വിജയിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പുറത്തു പോയിട്ട് അല്പസമയം ഇരിക്കുക. ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ നോട്ടും ഇരട്ടിപ്പിച്ചു കൊണ്ടുവരാം. ഇതിനോടകം ആ റൂമിലെ കാഴ്ചകളും മറ്റും കണ്ട് ഭയന്നിരുന്ന മുഹമ്മദ് അയ്യൂബ് വേഗം അതിന് സമ്മതിച്ചു. അയാൾ വേഗം തന്നെ ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കരണ്ട് വന്നു. ആ റൂമിന്റെ ഉള്ളിലുണ്ടായിരുന്ന പുകപടലമെല്ലാം മെല്ലെ മെല്ലെ അടങ്ങുവാൻ തുടങ്ങി. ആ സമയത്ത് ബാബാനി ബാങ്ക് മാനേജറെ റൂമിന്റെ ഉള്ളിലേക്ക് വിളിച്ചു. എന്നിട്ട് ടേബിളിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു: ദാ നോക്ക്, ജിന്നു പണം ഇരട്ടിപ്പിച്ചിരിക്കുന്നു. അത് 2 ലക്ഷം രൂപയുണ്ട്, നിങ്ങൾക്ക് എടുത്തുകൊണ്ടു പോവാം. മുഹമ്മദ് അയ്യൂബിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ബ്ലാക്ക് മാജിക് എന്നൊരു സംഭവമുണ്ടെന്ന് അയാൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്.
വെറുതെ കാണുകയോ കേൾക്കുകയോ മാത്രമല്ല, നോട്ട് കെട്ടുകളുടെ രൂപത്തിൽ ഒരു തെളിവായിട്ട് തന്റെ മുൻപിൽ അതുണ്ട്. ഈ സംഭവത്തോടെ മുഹമ്മദ് അയ്യൂബ് സിസോക്കോയെ പരിപൂർണമായിട്ടും വിശ്വസിച്ചു. വിശ്വസിക്കാതിരിക്കുവാനായിട്ട് വേറെ വഴിയില്ല. കാരണം അയാൾ കണ്ട കാഴ്ച അതാണ്. ഈ സംഭവത്തോടെ മുഹമ്മദ് അയ്യൂബിന്റെ മനസ്സിലൂടെ മറ്റൊരു ചിന്ത കടന്നു പോവുകയാണ്. താൻ ജോലി ചെയ്യുന്ന ബാങ്കിലാകട്ടെ ആവശ്യത്തിലധികം പണമുണ്ട്. അതെടുത്ത് സിസോക്കോയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾ അത് ഇരട്ടിയായിട്ട് മടക്കി തരും. തനിക്കും ലാഭം, സിസോക്കോയ്ക്ക് ഒരു പങ്ക് കൊടുത്താൽ മതിയാവും. അയാൾക്കും ലാഭം. ഇങ്ങനെ പോയി മാനേജറുടെ ചിന്ത. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യം ഇതാണ്. നേരിട്ട് ബാങ്കിൽ നിന്നും പണമെടുത്ത് സിസോക്കോയ്ക്ക് കൊടുക്കാതെ ഇസ്ലാമിക് ബാങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു അക്കൗണ്ട് തുറന്നു. ഭൂതങ്ക ബാബാനിക്ക് മറ്റു പല രാജ്യങ്ങളിലും അക്കൗണ്ട് ഉണ്ടായിരുന്നു. അമേരിക്കയിലുണ്ടായിരുന്നു, ജർമ്മനിയിലുണ്ടായിരുന്നു, ഫ്രാൻസിലുണ്ടായിരുന്നു. ഈ അക്കൗണ്ടുകളിലേക്ക് ഇസ്ലാമിക് ബാങ്കിൽ നിന്നും അയാൾ പണം അയച്ചു. ഒന്നും രണ്ടും ട്രാൻസാക്ഷൻ അല്ല അയാൾ ചെയ്തത്. 1995 മുതൽ 98 വരെയുള്ള 3 വർഷക്കാലത്തിന്റെ ഇടയിൽ 183 ട്രാൻസാക്ഷനാണ് നടത്തിയത്. അങ്ങനെ 1-2 ലക്ഷം ദിർഹമല്ല സിസോക്കോയുടെ അക്കൗണ്ടിലേക്ക് ഈ മാനേജർ അയച്ചു കൊടുത്തത്. ഏകദേശം 252 മില്യൺ ദിർഹമാണ്. ഇന്നത്തെ ഒരു ഇന്ത്യൻ മതിപ്പ് പ്രകാരം നോക്കുകയാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു 2000 കോടി വരും. മുഹമ്മദ് അയ്യൂബിന്റെ സ്ഥാനത്ത് നമ്മളാണെന്ന് കരുതുക. അപ്പോൾ അയാളുടെ മനസ്സിലെ ചിന്ത എന്താണെന്ന് ഊഹിക്കുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് 1 ലക്ഷം ദിർഹം അയാൾ അയച്ചു കൊടുക്കുകയാണ്. അയാളുടെ മനസ്സിലെ വിചാരം ഇതാണ്: ഭൂതങ്ക ബാബാനി തനിക്കത് 2 ലക്ഷം ദിർഹമായിട്ട് മടക്കി തരും. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. 1 ദിർഹം പോലും അയാൾ തിരികെ മടക്കി കൊടുത്തില്ല. ഇരട്ടി എന്നത് പോട്ടെ, കൊടുത്ത പണം പോലും തിരികെ കൊടുത്തില്ല. പക്ഷെ എന്നിട്ടും തുടർച്ചയായിട്ട് മുഹമ്മദ് അയ്യൂബ് ഈ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടേയിരുന്നു. 1-2 പ്രാവശ്യം പണം കൊടുത്തിട്ട് തിരികെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാവും. അതോടെ ആ പരിപാടി അവിടെ വെച്ച് നിർത്തും. പക്ഷെ അയ്യൂബ് അങ്ങനെയല്ല ചെയ്തത്. ഭൂതങ്ക ബാബാനിയുടെ അടുക്കൽ നിന്നും യാതൊരു റെസ്പോൺസും ഇല്ലാതിരുന്നിട്ട് കൂടിയും മുഹമ്മദ് അയ്യൂബ് പണം അയച്ചുകൊണ്ടേയിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് ഇന്നുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. പക്ഷെ സംഭവിച്ച കാര്യം ഇത് തന്നെയാണ്. ഈ സമയത്താണ് ബാലച്ചേട്ടൻ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ചോദിച്ചു പോകുന്നത്: പൊട്ടനാവൻ, മുരുപൊട്ടൻ. എന്നാൽ ഈ കേസ് അന്വേഷിച്ച ആളുകൾ മുഹമ്മദ് അയ്യൂബ് അങ്ങനെ ചെയ്തതിന് പിന്നിൽ 2-3 തിയറികൾ പറയുന്നുണ്ട്. അതിൽ ഒരു തിയറി ഇതാണ്: ബ്ലാക്ക് മാജിക്കിന്റെ സ്വാധീനം, അതായത് വൂഡു മന്ത്രവിദ്യയുടെ സ്വാധീനം മൂലം അയാൾ അങ്ങനെ ചെയ്തതാണ്. ബ്ലാക്ക് മാജിക്കിൽ വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേറൊരു തിയറിയുണ്ട്: മുഹമ്മദ് അയ്യൂബിന്റെ അത്യാഗ്രഹമാണ് അയാളെ കുഴിയിൽ ചാടിച്ചത്. എന്നെങ്കിലും എപ്പോഴെങ്കിലും തനിക്ക് ഈ പണം ഇരട്ടിയായിട്ട് അയാൾ മടക്കി തരുമെന്ന പ്രതീക്ഷയിലായിരിക്കാം അയാൾ ആ പണം അയച്ചുകൊണ്ടിരുന്നത്. അതുമല്ലെങ്കിൽ ഭൂതങ്ക ബാബാനി വലിയ മാന്ത്രികനാണെന്നാണല്ലോ മുഹമ്മദ് അയ്യൂബ് വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്. അയാൾ എന്തെങ്കിലും ഒടിവിദ്യ വെച്ച് തന്റെ കുടുംബത്തിനും തനിക്കും എന്തെങ്കിലും അപകടം വരുത്തിയേക്കുമോ എന്ന് ഭയന്നും അയാൾ പണം അയച്ചു കൊടുത്തതായിരിക്കും. മറ്റൊരു തിയറി ഇതാണ്: സിസാക്കോ മുഹമ്മദ് അയ്യൂബിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാണും. ഇല്ലീഗലായിട്ട് 2-3 ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ തെളിവെടുത്തിട്ട് ഇത് ഗവൺമെന്റിൽ അറിയിക്കുമെന്ന് അയാൾ ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തിയിരിക്കാം. വേറെ ചിലരാകട്ടെ ഈ വാദങ്ങളെല്ലാം തള്ളിക്കളയുന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്: മെസ്മറിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസം, അതുപോലെ എന്തെങ്കിലും ഒരു വിദ്യ ഭൂതങ്ക ബാബാനി ഇയാളിൽ പ്രയോഗിച്ചു കാണും. അതുകൊണ്ടായിരിക്കണം മറുത്തൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഈ പണം അയാൾ അയച്ചുകൊണ്ടേയിരുന്നത്. ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്: 1-2 കോടിയല്ല, ഏകദേശം 2000 കോടി രൂപയാണ് ഈ മാനേജർ അയച്ചു കൊടുത്തത്. ഇതാരുടെയും കണ്ണിൽ പെട്ടില്ലേ? ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇയാൾക്ക് ഇതെങ്ങനെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞു? അതിനും ഒരു ഉത്തരമുണ്ട്. ഈ സംഭവം നടന്നത് 1995-ലാണ്. ഇന്നത്തെ കാലഘട്ടം വെച്ച് ഒരിക്കലും ആ കാലത്തിനെ കമ്പയർ ചെയ്യുവാനായിട്ട് പാടില്ല. ഇന്നാണെങ്കിൽ ധാരാളം സോഫ്റ്റ്വെയർ ഉണ്ട്, AI ടെക്നോളജി ഉണ്ട്, ഓഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ നിമിഷങ്ങൾ കൊണ്ട് അത് തന്നെ ചെയ്തു വരും. ഒരു ദിവസം വരവെത്ര, ചെലവെത്ര, എത്ര രൂപ ഷോർട്ടേജ് വന്നു, ഇതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കുവാൻ കഴിയും. എന്നാൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല. മാനുവലായിട്ട് ചെയ്യണം. മാത്രവുമല്ല, പ്രോപ്പറായിട്ട് ആ സമയത്ത് ഓഡിറ്റിങ്ങും നടന്നിരുന്നില്ല. മുഹമ്മദ് അയ്യൂബിന്റെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. അതായിരുന്നു അവസ്ഥ. ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ കാര്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയത്. ഇപ്പോൾ ഈ കഥ എത്തി നിൽക്കുന്നത് ഇവിടം വരെയാണ്. സിസോക്കോ എന്നു പേരുള്ള ഒരു ആഫ്രിക്കക്കാരൻ ദുബായിലുള്ള ഒരു ബാങ്ക് മാനേജരെ എന്തോ വശ്യം കാണിച്ച് അയാൾ മുഖാന്തരം വിവിധ രാജ്യങ്ങളിലേക്കുള്ള തന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കോടിക്കണക്കിന് ദിർഹം അയപ്പിക്കുന്നു. ഒരു പക്ഷേ ഈ ബാങ്ക് മാനേജരെ അവിടെയുള്ള ഗവൺമെന്റ് പിടികൂടുമായിരിക്കാം. സിസോക്കോ രക്ഷപ്പെട്ടു പോകുമായിരിക്കാം. അതോടെ ഈ കഥ തീർന്നു എന്നാകും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഈ കഥയുടെ ആരംഭം ഇവിടം മുതലാണ്. അത് കഴിഞ്ഞ് ഈ ആഫ്രിക്കക്കാരൻ ചില കാര്യങ്ങൾ ചെയ്തു. നമ്മളെ ഞെട്ടിക്കുന്ന, കേട്ടാൽ അവിശ്വസനീയമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ. അതിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഭൂതങ്ക ബാബാനി സിസോക്കോയുടെ ജന്മദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ രാജ്യമായ മാലിയുടെ തലസ്ഥാനമായ സമാക്കോയുടെ പടിഞ്ഞാറായിട്ട് ഒരു ഗ്രാമമുണ്ട്. ഡാബിയ എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. ഒരു ദരിദ്ര ഗ്രാമമാണ്. അവിടെയാണ് അയാൾ ജനിച്ചു വളർന്നത്. 1995-ലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനുശേഷം സിസോക്കോ നേരെ മടങ്ങിപ്പോയത് തന്റെ ഗ്രാമത്തിലേക്കാണ്. ഇന്നും നിഗൂഢമായിട്ടുള്ള ഒരു വിദ്യയിലൂടെ കൊള്ളയടിച്ച ആ പണം തനിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുവാനല്ല സിസോക്കോ ആഗ്രഹിച്ചത്.
തൻ്റെ ഗ്രാമം വളരെയേറെ പിന്നോക്കാവസ്ഥയിലാണെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് ആ ഗ്രാമത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് സിസോക്കോ തീരുമാനിച്ചു. കള്ളനാണെങ്കിലും നല്ല മനസ്സിന്റെ ഉടമയായ കള്ളനായിരുന്നു അയാൾ. സിസോക്കോ ആദ്യം ചെയ്തത് തന്റെ ഗ്രാമത്തിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തു. അവർക്ക് ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകി, സ്കൂളുകൾ സ്ഥാപിച്ചു, നിരക്ഷരരായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി. ഏകദേശം 1 വർഷത്തോളമാണ് ഡാബിയ ഗ്രാമത്തിൽ അയാൾ തങ്ങിയത്. ആ സമയത്തിന്റെ ഉള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ അപ്പോഴും ദുബായിൽ നിന്നും മുഹമ്മദ് അയ്യൂബ് തുടർച്ചയായിട്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ യാതൊരു റിട്ടേൺസും ഇല്ലാതെ അയാൾ എന്തിനാണ് ഇത്രയും പണം അയക്കുന്നത് എന്നതിന്റെ ഉത്തരം ഇന്നുവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കവെയാണ് സിസോക്കോയുടെ മനസ്സിലേക്ക് ആ ചിന്ത കടന്നു വന്നത്. ഇസ്ലാമിക് ബാങ്കിൽ ഇയാൾക്കൊരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലേക്ക് ധാരാളം പണം മുഹമ്മദ് അയ്യൂബ് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് കോടിക്കണക്കിന് വരും. എന്നെങ്കിലും ഒരിക്കൽ ബാങ്കിൽ ഓഡിറ്റിംഗ് നടക്കുമ്പോൾ ഈ കള്ളത്തരം കണ്ടുപിടിക്കുമെന്ന് അയാൾക്കറിയാം. അങ്ങനെ ഈ കള്ളത്തരം കണ്ടുപിടിച്ചത് പരമാർത്ഥമാണെങ്കിൽ തന്റെ അക്കൗണ്ടും അവർ കണ്ടെത്തും. അതോടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. അതിലുള്ള പണം പിന്നീട് തനിക്ക് എടുക്കുവാനായിട്ട് കഴിയാതെ വരും. അതുകൊണ്ട് എത്രയും വേഗം ദുബായിലെ ഇസ്ലാമിക് ബാങ്കിലെ തന്റെ അക്കൗണ്ടിലുള്ള പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് അയാൾ ചെയ്ത കാര്യം ഇതായിരുന്നു. നേരെ അമേരിക്കയിലേക്ക് വിമാനം കയറി ന്യൂയോർക്കിൽ എത്തിയ ശേഷം അവിടെയുള്ള സിറ്റി ബാങ്കിലേക്കാണ് സിസോക്കോ പോയത്. പിന്നെ അവിടെ തന്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്തു. ഇവിടെയും ഒരു മാജിക് സംഭവിച്ചു. സിറ്റി ബാങ്കിൽ ജോലി ചെയ്യുന്നൊരു യുവതി ഉണ്ടായിരുന്നു. ആ യുവതിയുമായിട്ട് ഏകദേശം 2 മണിക്കൂറോളം സമയം സിസോക്കോ സംസാരിച്ചു. ഈ 2 മണിക്കൂർ സംസാരത്തിന്റെ ഉള്ളിൽ അവളെ അയാൾ തന്റെ കാമുകിയാക്കി എന്ന് വേണം പറയുവാൻ. ദുബായിലെ തന്റെ അക്കൗണ്ടും അതിന്റെ ഡീറ്റെയിൽസും അതിലുള്ള പണവുമെല്ലാം അയാൾ ഇവളെ കാണിച്ചു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ വലിയ പണക്കാരനാണ്, നിനക്കെന്നെ വിവാഹം ചെയ്യുവാൻ പറ്റുമോ? നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം, എല്ലാവിധ സുഖ സൗകര്യങ്ങളും നിനക്ക് കിട്ടും. ഭൂതങ്ക ബാബാനി സിസോക്കോയ്ക്ക് ആഫ്രിക്കയിൽ തന്നെ ധാരാളം ഭാര്യമാരുണ്ട്. അതിൽ പയറുമണി പോലെ കുറെ പിള്ളേരുമുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ഈ അമേരിക്കക്കാരി, അതും സിറ്റി ബാങ്കിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ, അയാളെ വിവാഹം കഴിക്കുവാനായിട്ട് സമ്മതിച്ചു. ഈ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ ഇത് സാധിച്ചെടുക്കുവാനായിട്ട് ഇയാൾ എന്ത് വൂഡു വിദ്യയാണ് ഉപയോഗിച്ചതെന്ന് അറിയില്ല. വലിയൊരു പണക്കാരനെ വിവാഹം കഴിച്ചാൽ പിന്നീടുള്ള ജീവിതം സുഖപ്രദമായിരിക്കുമെന്ന് കരുതിയായിരിക്കാം ആ യുവതി അതിന് സമ്മതിച്ചത്. എന്നാൽ സിസോക്കോയുടെ ഉള്ളിലിരിപ്പ് വേറെയായിരുന്നു. ദുബായിലുള്ള തന്റെ അക്കൗണ്ടിൽ നിന്നും ഇത്രയും വലിയൊരു തുക അമേരിക്കയിലെ അക്കൗണ്ടിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് ചില നൂലാമാലകളുണ്ട്. ആ നൂലാമാലകൾ പരിഹരിക്കുവാനായിട്ട് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ സഹായം അത്യാവശ്യമാണ്. അങ്ങനെ ജോലി ചെയ്യുന്ന ആൾ തന്റെ ഭാര്യയാണെങ്കിൽ പണി വളരെ എളുപ്പമാണ്. ഇതായിരുന്നു അയാളുടെ പ്ലാന്. എന്തായാലും ആ പ്ലാൻ വിജയിച്ചു എന്ന് വേണം കരുതുവാൻ. ആ യുവതി ബാങ്കിൽ ജോലി ചെയ്യുന്ന 2 പേരെ കൂടി തന്റെ കൂട്ടത്തിൽ കൂട്ടി. ഈ 3 പേരും ചേർന്ന് ഇസ്ലാമിക് ബാങ്കിൽ നിന്നും 150 മില്യൺ ദിർഹം അമേരിക്കയിലെ സിറ്റി ബാങ്കിലെ സിസ്കോയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മാത്രമാണ് അയാൾക്കൊരു ആശ്വാസം വന്നത്. ഈ കാര്യത്തിൽ തന്നെ സഹായിച്ച തന്റെ ഭാര്യയ്ക്കും ആ 2 കൂട്ടാളികൾക്കും അയാൾ $5 ലക്ഷം സമ്മാനമായിട്ട് നൽകി. തന്റെ ഭാര്യയ്ക്കും ധാരാളമായിട്ട് ലക്ഷക്കണക്കിന് മൂല്യം വരുന്ന സമ്മാനങ്ങൾ അയാൾ മേടിച്ചു കൊടുത്തു. ഇപ്പോൾ സിസ്കോയുടെ ബാങ്ക് അക്കൗണ്ടിൽ കോടിക്കണക്കിന് ഡോളർ കുമിഞ്ഞുകൂടി കിടക്കുവാണ്. അതുകൊണ്ട് ജീവിതം ഒന്ന് അടിച്ചു പൊളിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. അയാൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് അമേരിക്കയിൽ വലിയൊരു ആഡംബര ഭവനം വാങ്ങി. അതിനുശേഷം ഒട്ടും കുറച്ചില്ല, ഒരു പ്രൈവറ്റ് ജെറ്റ് അങ്ങ് മേടിച്ചു. പിന്നെ ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സ്വർണവും ഡയമണ്ട്സും അങ്ങനെ പല ആഡംബര വസ്തുക്കളും മേടിച്ചു കൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിസ്കോയുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വരുന്നത്. തന്റെ ഗ്രാമമായ ഡെബിയായ്ക്ക് വേണ്ടി താൻ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്തിട്ടില്ല. അവിടെയുള്ള ജനങ്ങൾക്ക് മതിയായിട്ടുള്ള യാത്രാ സൗകര്യമില്ല. ആ പോരായ്മ ഒന്ന് പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ട് റോഡ് വെട്ടുവാനൊന്നുമല്ല സിസ്കോ മെനക്കെട്ടത്. നേരെ മറിച്ച് തന്റെ ഗ്രാമത്തിന്റെ പേരിൽ ഒരു എയർലൈൻ സർവീസാണ് ആരംഭിച്ചത്. അതിനു വേണ്ടിയിട്ട് 2 വിമാനങ്ങൾ അയാൾ വാങ്ങി. അതിൽ ഒന്ന് ഹോക്കർ സിഡ്നി 125 എന്ന വിമാനമാണ്. മറ്റൊരു വിമാനം ബോയിങ് 727 ആണ്. ഇത് രണ്ടും വാങ്ങിയത് സെക്കൻഡ് ഹാൻഡിലാണ്. കാരണം പുതിയ വിമാനം വാങ്ങണമെങ്കിൽ അതിന് ധാരാളം പണം മുടക്കേണ്ടി വരും. എന്നിട്ട് എയർ ഡാബിയ എന്ന പേരിൽ ഒരു സർവീസ് ആരംഭിച്ചു. ഈ എയർലൈൻസ് ആരംഭിച്ചതിന്റെ പിന്നിൽ അയാൾക്ക് വ്യക്തമായിട്ടുള്ള ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. തന്റെ കുഗ്രാമമായിട്ടുള്ള ഡെബിയയിൽ നിന്നുമായിരിക്കണം ഈ എയർ സർവീസിന്റെ കംപ്ലീറ്റ് ഓപ്പറേറ്റിംഗ് നടക്കേണ്ടത്. ആ ഗ്രാമത്തിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തണം. തന്റെ നാട്ടിലെ ജനങ്ങളും പുറം ലോകം കാണട്ടെ, അവരും രക്ഷപ്പെടട്ടെ. ഇതായിരുന്നു അയാളുടെ ചിന്ത. അയാൾ ഈ ചെയ്തത് ലേശം അതിമോഹമാണ്. കാരണം അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും സിസ്കോയ്ക്കില്ല. കയ്യിലാണെങ്കിൽ ആകെയുള്ളത് 2 വിമാനം മാത്രമാണ്. ഓരോ വിമാനത്തിലും 180 പേർക്ക് വീതം സഞ്ചരിക്കാം. എങ്കിലും എയർ ഡാബിയ എന്ന പേരിൽ അയാൾ രജിസ്ട്രേഷൻ ചെയ്തു. പല നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. എന്നാൽ കഷ്ടകാലത്തിന് ആ സർവീസ് മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് അയാൾക്ക് സാധിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ അധികം വൈകാതെ എയർ സർവീസ് പൂട്ടിക്കെട്ടേണ്ടി വന്നു. സിസ്കോയുടെ വിമാനങ്ങൾ അനാഥപ്രേതം പോലെ റൺവേയിൽ വിശ്രമിച്ചു. ഈ പ്രവൃത്തി മൂലം അയാൾക്ക് വളരെയേറെ നഷ്ടമുണ്ടായി. പക്ഷെ അതിലൊന്നും കാര്യമില്ല. അപ്പോഴും അയാൾക്ക് ദുബായിൽ ഒരു ബാങ്ക് മാനേജറുണ്ട്. അയാളാകട്ടെ യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ സിസ്കോയുടെ അവിടെയുള്ള അക്കൗണ്ടിലേക്ക് പൈസ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പണമാകട്ടെ സിറ്റി ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും ആളുണ്ട്.
അമേരിക്കയിലെ അക്കൗണ്ടിൽ നിന്നും പണം കുറയുന്നതനുസരിച്ച് ദുബായിലെ അക്കൗണ്ടിൽ നിന്നും പണം വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അയാൾക്ക് എന്ത് നോക്കുവാനാണ്? പണത്തിന് ആവശ്യം വരുമ്പോഴെല്ലാം സിസ്കോ നേരെ സിറ്റി ബാങ്കിലേക്ക് പോകും. തനിക്ക് ആവശ്യമായിട്ടുള്ള തുക പിൻവലിക്കും. അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോഴാണ് സിസ്കോയുടെ മനസ്സിലേക്ക് മറ്റൊരാശയം വരുന്നത്. താൻ തന്റെ ഗ്രാമത്തിൽ വലിയൊരു ഹോസ്പിറ്റൽ കെട്ടിക്കൊടുത്തു. കാര്യം ശരിയാണ്. പക്ഷെ എന്തെങ്കിലും എമർജൻസി വന്നാൽ രോഗികളെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് അടുത്തുള്ള നഗരത്തിൽ എത്തിക്കണമെങ്കിൽ മതിയായിട്ടുള്ള സൗകര്യമില്ല. ആ കുറവ് പരിഹരിക്കുവാനായിട്ട് ഒരു എയർ ആംബുലൻസ് തുടങ്ങുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് 2 ഹെലികോപ്റ്റർ വാങ്ങണം. ആ സമയത്താണ് അമേരിക്കയിൽ ഒരു ലേലം നടക്കുന്നത്. മുൻപ് അമേരിക്കൻ മിലിറ്ററി യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന പഴയ ഹെലികോപ്റ്ററുകൾ ലേലത്തിന് വെച്ചിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഹെലികോപ്റ്ററാണ് ഹ്യൂയി ഹെലികോപ്റ്ററുകൾ. ഇത് അമേരിക്ക വിയറ്റ്നാം യുദ്ധകാലത്ത് ഉപയോഗിച്ചതാണ്. ഈ ലേലത്തെക്കുറിച്ച് സിസ്കോയും അറിയുകയാണ്. എങ്ങനെയെങ്കിലും അതിൽ പങ്കെടുത്ത് ആ 2 ഹ്യൂയി ഹെലികോപ്റ്ററുകളും വാങ്ങി തന്റെ ഗ്രാമത്തിലെത്തിച്ച് ഒരു എയർ ആംബുലൻസ് തുടങ്ങുവാനായിട്ട് അയാൾ തീരുമാനിക്കുക മാത്രമല്ല, ആ ലേലത്തിൽ പങ്കെടുത്ത് മറ്റുള്ളവരെക്കാളും ഉയർന്ന തുകയ്ക്ക് ആ 2 ഹെലികോപ്റ്ററുകൾ സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവം മുതലാണ് അയാളുടെ പതനവും ആരംഭിച്ചത്. അമേരിക്കൻ അതോറിറ്റി ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. അപ്പോഴവർക്ക് മനസ്സിലായി ഇയാൾ ഒരു ആഫ്രിക്കക്കാരനാണ്. ഒരു ആഫ്രിക്കക്കാരന് 2 മിലിറ്ററി ഹെലികോപ്റ്ററുകൾ കൊടുക്കുന്നതിൽ ചില അപകടം പതിയിരിപ്പുണ്ട്. അയാൾ ഇത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമോ എന്ന് ആർക്കും അറിയില്ല. പല ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ആഫ്രിക്കയിൽ നിന്നും മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തുവാൻ കഴിയും. അതുമല്ലെങ്കിൽ തീവ്രവാദികളെ ഇത് ഉപയോഗിച്ച് അമേരിക്കയെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാം. അതുകൊണ്ട് ഏത് വിധേനയും ഇയാൾക്ക് ഈ ഹെലികോപ്റ്ററുകൾ കൊടുക്കരുത് എന്ന് അവർ തീരുമാനിച്ചു. അമേരിക്കൻ മിലിറ്ററി അതിനു വേണ്ടിയിട്ടൊരു കാര്യം ചെയ്തു. സിസ്കോയുടെ ലേലം അങ്ങ് ക്യാൻസൽ ചെയ്തു. ഗവൺമെന്റിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നടപടി നമ്മുടെ സിസ്കോയ്ക്ക് അത്ര കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടില്ല. മോശമല്ലേ ആ ചെയ്തത്? അതുകൊണ്ട് അയാൾ ഒരു കാര്യം ചെയ്തു. തന്റെ 2-3 സുഹൃത്തുക്കളെ വിളിച്ച് അവർ മുഖാന്തരം മിലിറ്ററി ഓഫീസർമാർക്ക് കൈക്കൂലി കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു. തനിക്ക് ഈ ഹെലികോപ്റ്റർ കൈമാറുവാനുള്ള സമ്മതപത്രത്തിൽ ആര് സൈൻ ചെയ്യുന്നുവോ അവർക്ക് $30,000 കൊടുക്കാമെന്നാണ് സിസ്കോ പറഞ്ഞത്. എന്നാൽ കഷ്ടകാലത്തിന് സിസ്കോയുടെ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ട അധികാരിയാകട്ടെ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ ഈ കാര്യം മേലധികാരികളെ അറിയിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല. കൈക്കൂലി കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു എന്ന കുറ്റത്തിന് അവർ സിസ്കോയെ അറസ്റ്റ് ചെയ്തു. ഇത്രയും വലിയ മില്യണറായ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അതൊന്ന് കാണണമല്ലോ. അങ്ങനെയാ സിസ്കോയുടെ ചിന്ത. ഒരു ദിവസം പോലും ജയിലിൽ കിടക്കുവാനായിട്ട് സിസ്കോ തയ്യാറല്ലായിരുന്നു. അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു കാര്യം ചെയ്തു. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്ന കുറച്ച് വക്കീലന്മാരെ തനിക്ക് വേണ്ടിയിട്ട് വാദിക്കുവാനായിട്ട് നിയമിച്ചു. അവർ കോടതിയിൽ സിസ്കോയ്ക്ക് വേണ്ടി വാദിച്ചത് ഇങ്ങനെയാണ്: ട്രയൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം കോടതിയിൽ ഹാജരായിക്കൊള്ളും. അതുവരെ ജാമ്യത്തിൽ വിടണം. എന്നാൽ ജഡ്ജ് അതിന് തയ്യാറല്ലായിരുന്നു. ഒന്നാമതായിട്ട് ഇയാൾ ഒരു ആഫ്രിക്കക്കാരനാണ്. ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു കൊടുത്താൽ സ്വന്തം ജന്മദേശത്തേക്ക് മടങ്ങി പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കില്ല. ഈ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അതോടെ അടുത്തതായിട്ട് അയാൾ ചെയ്ത കാര്യം ഇതാണ്: അമേരിക്കയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചില അധികാരികളെ തനിക്ക് വേണ്ടി വാദിക്കുവാനായിട്ട് കോടതിയിലേക്ക് വിളിച്ചു വരുത്തി. അതിനു വേണ്ടിയിട്ട് സിസ്കോയ്ക്ക് മില്യൺ കണക്കിന് ഡോളർ പൊടിക്കേണ്ടി വന്നു. ഈ ഉന്നത അധികാരികൾ വന്നിട്ട് ജഡ്ജിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സാർ, സിസ്കോ നല്ല മനുഷ്യനാണ്, വലിയൊരു ബിസിനസ്മാനാണ്. അയാളെ ഞങ്ങൾക്കറിയാം. അയാൾ എവിടേക്കും ഓടിപ്പോകില്ല. അയാൾക്ക് ജാമ്യം നിൽക്കുവാനായിട്ട് തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇവർ സിഗ്നേച്ചർ ഇടുകയാണ്. ഈ കാഴ്ച കണ്ട് ജഡ്ജി പോലും ഞെട്ടിപ്പോയി. തന്റെ ജീവിതത്തിൽ ഇതുപോലൊരു സംഭവം മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. കൈക്കൂലി കൊടുക്കുവാനായിട്ട് ശ്രമിച്ച കുറ്റത്തിന് അറസ്റ്റിലായ ഒരു കുറ്റവാളിയെ രക്ഷിക്കുവാനായിട്ട് സമൂഹത്തിലെ ഉന്നതർ വന്നിരിക്കുന്നു. ഇയാളെ പുറത്തു വിടുവാനും പറ്റത്തില്ല. എന്നാൽ ഇത്രയും വലിയ ഉന്നതർ വന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ അകത്തിടുവാനും പറ്റത്തില്ല. ജഡ്ജി വല്ലാതെ സമ്മർദ്ദത്തിലായി. ഒടുവിൽ അദ്ദേഹം ഈ ജാമ്യം നിഷേധിക്കുവാനായിട്ട് ഒരു ഓർഡർ ഇടുകയാണ്. ജഡ്ജി സിസാക്കോയോട് പറഞ്ഞത് എങ്ങനെയാണ്: നിനക്ക് ജാമ്യം തരുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷെ നീ ഒരു $20 മില്യൺ കെട്ടിവെക്കുകയാണെങ്കിൽ നിനക്ക് ജാമ്യം തരാം. ജഡ്ജി വിചാരിച്ചത് ഇങ്ങനെയാണ്: $20 മില്യൺ എന്ന് പറയുന്നത് ഭീമമായിട്ടുള്ള ഒരു തുകയാണ്. അതൊരിക്കലും ഇയാളെ കൊണ്ട് അടയ്ക്കുവാനായിട്ട് സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സിസാക്കോ ഇങ്ങനെ പറയുകയാണ്: ഒരു കുഴപ്പവുമില്ല സാർ, ഞാൻ ആ പണം അടച്ചോളാം. എന്നെ ജാമ്യത്തിൽ വിട്ടാൽ മാത്രം മതി. ഒടുവിൽ ഗതികെട്ട് ജഡ്ജി അയാളെ ജാമ്യത്തിൽ വിടുകയാണ്. പക്ഷെ അതോടൊപ്പം ഒരു നിബന്ധനയും ഉണ്ടായിരുന്നു: ഈ കേസിന്റെ വിചാരണ തീരും വരെ അമേരിക്ക വിട്ട് അയാൾ പുറത്തു പോകുവാനായിട്ട് പാടില്ല. ഈ സമയത്തും ഒരു കാര്യം മാത്രം മറക്കരുത്: അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ബാങ്കിൽ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിലല്ല, മറിച്ച് $30,000 കൈക്കൂലി കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു എന്നതിന്റെ പേരിലാണ്. എന്തായാലും 2-3 മാസത്തിന്റെ ഉള്ളിൽ താൻ ജയിലിൽ പോകുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് ജീവിതം ഒന്ന് ആഘോഷിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. ഈ ചെറിയ കാലയളവിന്റെ ഉള്ളിൽ 13ഓളം അമേരിക്കൻ യുവതികളെ അയാൾ വിവാഹം ചെയ്തു. അതുകൊണ്ടും കാര്യങ്ങൾ തീർന്നില്ല. ഈ ഭാര്യമാർക്കും തനിക്കും വേണ്ടിയിട്ട് ഏകദേശം 20ഓളം ലക്ഷൂറിയസ് അപ്പാർട്ട്മെന്റുകൾ അയാൾ വാങ്ങിച്ചു കൂട്ടി. പിന്നെ ദിവസവും ഗംഭീരമായിട്ടുള്ള പാർട്ടികൾ നടത്തി. ആ പാർട്ടിയിൽ മദ്യവും മദിരാശിയും എല്ലാം ഉണ്ടായിരിക്കും. അധികം വൈകാതെ ജാമ്യത്തിന്റെ കാലാവധി തീരുകയാണ്. വാദത്തിനു വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകേണ്ട സമയമായി. അപ്പോൾ സിസ്കോയുടെ ലോയർമാര് ഒരു കാര്യം അയാളോട് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു: ജഡ്ജി താങ്കളോട് കൈക്കൂലി കൊടുക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നോ എന്ന് ചോദിക്കും.
ഒരു കാരണവശാലും അത് സമ്മതിച്ചു കൊടുത്തേക്കരുത്. കൈക്കൂലിയോ അത് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് വേണം പറയുവാൻ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അങ്ങനെ ആ ദിവസം വരികയാണ്. സിസ്കോ പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. ജഡ്ജി അയാളോട് ചോദിച്ചു, 2 ഹെലികോപ്റ്ററുകൾ വാങ്ങുവാനുള്ള എഗ്രിമെന്റ് പേപ്പറിൽ ആര് സൈൻ ചെയ്യുന്നുവോ അവർക്ക് $30,000 കൈക്കൂലിയായിട്ട് കൊടുക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നോ ഇല്ലയോ? ഈ ചോദ്യത്തിന് എന്തായിരിക്കും സാധാരണഗതിയിൽ അയാൾ കൊടുക്കേണ്ട മറുപടി? ലോയർമാർ മുൻപ് പറഞ്ഞു പഠിപ്പിച്ചതുപോലെ കൈക്കൂലി കൊടുക്കുവാനായിട്ട് താൻ ശ്രമിച്ചിട്ടേ ഇല്ല എന്നായിരിക്കും അയാൾ പറയുന്നത് എന്നായിരിക്കും നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. സിസ്കോ ജഡ്ജിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അമ്മച്ചിയാണ് സത്യം. താങ്കൾ ചോദിച്ചതിന്റെ ഉത്തരം യെസ് എന്നാണ്. ഞാൻ കൈക്കൂലി കൊടുക്കുവാനായിട്ട് ശ്രമിച്ചതാണ്. ആ കുറ്റം ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ചെയ്തത് തെറ്റാണ്. അതിനുള്ള ശിക്ഷ മേടിച്ച് ജയിലിൽ പോകുവാനായിട്ട് ഞാൻ തയ്യാറാണ്. ഇത്തവണ ഞെട്ടിപ്പോയത് സിസ്കോയുടെ ലോയർമാരാണ്. അവരുടെ കിളി പോയെന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റ ഓട്ടത്തിന് വീട്ടിൽ പോയിട്ട് ബാത്റൂമിൽ കയറി കണ്ണാടിയിൽ നോക്കി സ്വയം കൊഞ്ഞനം കുത്തിക്കാട്ടി നിനക്കിത് വേണമടാ എന്ന് പറയുവാൻ പോലും അവർക്ക് തോന്നിക്കാണും. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഈ കേസിൽ നിന്നും ഇയാളെ രക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. കോടതിയുടെ കണ്ണിൽ സിസ്കോ തീവ്രവാദമോ അതുപോലെ മറ്റു വലിയ ക്രൈമോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചെറിയ കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. കൈക്കൂലി കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് അയാൾക്ക് വെറും 45 ദിവസത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചത്. പിന്നെ ഒരു $2.5 ലക്ഷം ഫൈനായിട്ട് അടയ്ക്കുവാനും കൽപ്പിച്ചു. ഈ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അയാൾ ജയിലിലേക്ക് പോവുകയാണ്. സിസ്കോ ജയിലിൽ പോയതിന്റെ അടുത്ത ദിവസം അപ്പോഴും നേരെ ചൊവ്വേ വെളിവ് വീഴാത്ത ലോയർ അയാളെ ജയിലിൽ വന്ന് കാണുകയാണ്. എന്നിട്ട് ചോദിച്ചു, സാർ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? കൈക്കൂലി കൊടുത്തിട്ടില്ല എന്ന് താങ്കൾ പറയുകയായിരുന്നെങ്കിൽ ഏതു വിധേനയും ഈ കേസിൽ നിന്നും നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കുമായിരുന്നു. അതിനയാൾ യാതൊരു മറുപടിയും കൊടുത്തില്ല. പക്ഷെ ഇവിടെയാണ് നമ്മൾ സിസ്കോയുടെ ബുദ്ധി അളക്കേണ്ടത്. താൻ കൈക്കൂലി കൊടുത്തിട്ടില്ല എന്ന് കോടതിയിൽ വാദിച്ചാൽ ഒരുപക്ഷെ ലോയർമാരെല്ലാവരും ഒത്തുചേർന്ന് തന്നെ ഈ കേസിൽ നിന്ന് രക്ഷിക്കുമായിരിക്കും. എന്നാൽ വേറൊരു അപകടം പിന്നാലെ വരുന്നുണ്ട്. അമേരിക്കൻ ഗവൺമെന്റ് ചുമ്മാതിരിക്കില്ല. തന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് അവർ വിശദമായിട്ട് പരിശോധിക്കും. അങ്ങനെ സംഭവിച്ചാൽ ദുബായിൽ വെച്ച് താൻ നടത്തിയ ബാങ്ക് തട്ടിപ്പിന്റെ കാര്യങ്ങളെല്ലാം പുറത്തു വരും. ഈ സമയത്ത് കോടതിയിൽ കുറ്റം സമ്മതിച്ച് നേരെ ഒരു 45 ദിവസം പോയിട്ട് ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവരതിന് മുതിരില്ല. ഒരു കാരണവശാലും അമേരിക്കൻ ഗവൺമെന്റ് തന്റെ സോഴ്സ് ഓഫ് ഇൻകം അന്വേഷിക്കരുത് എന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് സിസ്കോ ഇങ്ങനെ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ 2 വികസിത രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥകളെയാണ് ഒരു ആഫ്രിക്കക്കാരൻ കാറ്റിൽ പറത്തിക്കളഞ്ഞത്. 45 ദിവസം തടവ് ശിക്ഷ വിധിച്ചെങ്കിലും അയാൾക്ക് അത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. നല്ല നടപ്പിന്റെ പേരിൽ സിസ്കോയെ 20ാമത്തെ ദിവസം പുറത്തു വിടുകയാണ്. വെറുതെ സൗജന്യമായിട്ടൊന്നും ആയിരുന്നില്ല ജയിൽ അധികാരികൾ അയാളെ നേരത്തെ പുറത്തുവിട്ടത്. ജയിൽ അധികാരികൾ സിസ്കോയുടെ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഈ നാട്ടിൽ വീടില്ലാത്ത ധാരാളം ആളുകളുണ്ട്. നിങ്ങൾ $1 മില്യൺ അവർക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്യുകയാണെങ്കിൽ നല്ല നടപ്പിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ പുറത്തിറക്കി തരാം. ഒരു കുഴപ്പവുമില്ല. താൻ അതിന് തയ്യാറാണെന്ന് സിസ്കോ പറഞ്ഞു. പറയുക മാത്രമല്ല, അത് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് അയാൾ ജയിലിൽ നിന്ന് നേരത്തെ പുറത്തിറങ്ങിയത്. കൈക്കൂലി കേസിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും അയാൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ടും അറിയാമായിരുന്നു. താൻ അമേരിക്കൻ സർക്കാരിന്റെ കണ്ണിലെ ഒരു കരടായിട്ട് മാറിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അവർ തന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാം. തന്റെ സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ ഒരു കാര്യം ചെയ്തു. 1998 തന്റെ ജന്മനാട്ടിലേക്ക് വിമാനം കയറി. അതിലും രസകരമായിട്ടുള്ള കാര്യം, ആ സമയത്തും ദുബായിൽ നിന്ന് മുഹമ്മദ് അയൂബ എന്ന ബാങ്ക് മാനേജർ അയാളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നമ്മുടെ ബാലച്ചേട്ടൻ പറഞ്ഞതുപോലെ പൊട്ടന്ന് പറഞ്ഞാ പൊട്ടൻ, ഒരു പൊട്ടൻ, അതേ പറയാനുള്ളൂ. എന്നാൽ സിസ്കോയുടെ ഈ ഭാഗ്യം അധികകാലം മുൻപോട്ട് പോയില്ല. 1999 ഇസ്ലാമിക് സ്റ്റേറ്റ് ബാങ്കിൽ ഒരു ഓഡിറ്റിംഗ് നടക്കുകയാണ്. അന്ന് ആ ഓഡിറ്റിന്റെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്തുകയാണ്. ബാങ്ക് മാനേജർ ഒരു അക്കൗണ്ടിലേക്ക് തുടർച്ചയായിട്ട് പണം അയക്കുന്നു. ആ അക്കൗണ്ടിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് ആ പണം ഒഴുകിപ്പോകുന്നു. ഇതുമൂലം ബാങ്ക് ഏകദേശം തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ്. ഒട്ടും വൈകാതെ ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞു. അതുവഴി ജനങ്ങളാകെ പരിഭ്രാന്തരായി. തങ്ങൾ ഇത്രയും കാലം സമ്പാദിച്ചു വെച്ചതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുമെന്ന അവസ്ഥ. ഒടുവിൽ ദുബായ് ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. അവർ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. ഇതിന് ഉത്തരവാദികൾ ആരായാലും അവരെ നമ്മൾ പിടികൂടും. ഏതു വിധേനയും നഷ്ടപ്പെട്ട പണം തിരികെ ഇവിടെ എത്തിക്കും. നിങ്ങളുടെ പണത്തിന് ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി. അങ്ങനെ പറഞ്ഞപ്പോൾ മാത്രമാണ് ജനങ്ങളൊന്ന് ശാന്തരായത്. ഈ സ്കാമിനെ കുറിച്ചുള്ള അന്വേഷണം മുൻപോട്ട് പോയപ്പോൾ ദുബായ് പോലീസിന് ഒരു കാര്യം മനസ്സിലായി. മുഹമ്മദ് അയൂബ് മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അയാൾക്ക് സഹായിയായിട്ട് വേറെയും 3-4 പേരുണ്ട്. മാത്രവുമല്ല, ഇത്രയും ഓഡിറ്റർമാർ ഈ ബാങ്കിൽ ഉണ്ടായിട്ടും അവരാരും ഇത് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പേര് കേസെടുത്തു. ഒടുവിൽ ഈ കേസ് കോടതിയിൽ എത്തുകയാണ്. മൊത്തം 17 പേരെയാണ് അന്ന് ദുബായ് പോലീസ് കുറ്റവാളികളായിട്ട് കണ്ടെത്തിയത്. അന്വേഷണത്തിൽ ഇവിടെ നഷ്ടമായ പണത്തിന്റെ ഏറിയ പങ്കും അമേരിക്കയിലെ സിറ്റി ബാങ്കിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ ഇസ്ലാമിക് ബാങ്ക് സിറ്റി ബാങ്കിനെതിരായിട്ടൊരു കേസ് ഫയൽ ചെയ്തു. നിങ്ങൾ ഇല്ലീഗലായിട്ടുള്ള വഴിയിൽ കൂടി ഞങ്ങളിൽ നിന്നും പണം അപഹരിച്ചു എന്നായിരുന്നു ആ കേസ്. എന്നാൽ സിറ്റി ബാങ്ക് ആ ആരോപണം നിഷേധിച്ചു. അവർ അതിനുവേണ്ട തെളിവുകൾ ഹാജരാക്കി. നോക്കൂ, നിങ്ങളുടെ ബാങ്കിൽ
ഫൗട്ടങ്ക ബബാനി അല്ലെങ്കിൽ ഫൂതങ്ക ബാബാനി സിസ്കോ എന്ന ഒരാൾ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അതേ വ്യക്തിക്ക് സിറ്റി ബാങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ട്. ദുബായിലെ ആ അക്കൗണ്ടിൽ നിന്നും കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് അമേരിക്കയിലെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുള്ളത്. നിങ്ങളുടെ ബാങ്കിലെ മാനേജർ അനുവദിക്കാതെ ഇതൊരിക്കലും സാധ്യമാകില്ല. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദി ആ മാനേജരാണ്. ചുരുക്കി പറഞ്ഞാൽ സിറ്റി ബാങ്ക് ഒരു നയാ പൈസ പോലും ഇസ്ലാമിക് ബാങ്കിന് കൊടുക്കില്ല. അതാണ് അവസ്ഥ. ഒന്ന് ഓർത്തു നോക്കുക. ഒരു മനുഷ്യൻ കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് നിയമപരമായിട്ട് പോരാട്ടം നടക്കുന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ ഈ 17 പ്രതികൾ പ്ലസ് സിസോക്കോയ്ക്കുമെതിരായിട്ട് ദുബായ് പോലീസ് കേസെടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഭൂതങ്ക ബാബാനി എവിടെയാണ്? അയാൾ സ്വന്തം നാട്ടിലാണ്. മാലി എന്ന ഈ രാജ്യത്ത് മറ്റൊരു നിയമം കൂടിയുണ്ട്. മാലിക്കാരനായ ഒരു വ്യക്തി വിദേശ രാജ്യത്ത് പോയിട്ടൊരു കുറ്റകൃത്യം ചെയ്തിട്ട് തിരികെ മാലിയിലെത്തിയാൽ അയാളെ ശിക്ഷിക്കുവാനുള്ള അധികാരം പൂർണ്ണമായിട്ടും മാലി സർക്കാരിനാണ്. മറ്റു രാജ്യങ്ങൾക്ക് അതിൽ ഇടപെടുവാനുള്ള അവകാശമില്ല. ഈ നിയമത്തെക്കുറിച്ച് സിസോക്കോ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അയാൾ സുരക്ഷിതനുമായിരുന്നു. ദുബായിലല്ല, അമേരിക്കയിൽ അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്താലും തന്നെ അതൊന്നും ബാധിക്കുവാനായിട്ട് പോകുന്നില്ല എന്ന് അയാൾക്ക് നല്ല ഉറപ്പുമുണ്ട്. വിചാരണയ്ക്ക് ശേഷം ഈ 17 പേർക്കും ദുബായ് കോർട്ട് 3 വർഷം വീതം തടവ് ശിക്ഷ കൊടുക്കുകയാണ്. ബാബാനിയെ പിടിക്കുവാനായിട്ട് പോലീസ് എല്ലാ രീതിയിലും വലവീശി അന്വേഷിച്ചു. പക്ഷെ അയാളെ കിട്ടിയില്ല. ഇന്റർപോൾ വരെ ഇയാൾക്കെതിരെ നോട്ടീസ് ഇട്ടുവെന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കാം. അപ്പോഴാണ് സിസ്കോ മറ്റൊരു കാര്യം ഓർത്തത്. തന്റെ കൈവശം ധാരാളം പണമുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ താൻ ഒരു ഒറ്റയാളാണ്. പണത്തിന്റെ പിൻബലം കൊണ്ട് മാത്രം തനിക്ക് അധികകാലം മുൻപോട്ട് പോകുവാനായിട്ട് കഴിയില്ല. അതിന് രാഷ്ട്രീയ പിൻബലം വേണം. അയാൾ ഒരു കാര്യം തീരുമാനിച്ചു: ഇലക്ഷനിൽ മത്സരിക്കുക. അങ്ങനെ മാലിയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ചേർന്ന് അയാൾ ഇലക്ഷന് മത്സരിക്കുകയാണ്. താൻ കൊള്ളയടിച്ച പണം കൊണ്ട് നല്ല കാര്യങ്ങൾ കുറെ അധികം ചെയ്തതുകൊണ്ട് ജനങ്ങളെല്ലാം ഇയാൾ ഒരു റോബിൻഹുഡ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് നിസ്സാരമായിട്ട് ആ ഇലക്ഷനിൽ ജയിക്കുവാനായിട്ട് ബബാനിക്ക് കഴിഞ്ഞു. 2002 മുതൽ 2012 വരെ ഇയാൾ മാലിയിലെ പാർലമെന്റ് അംഗമായിരുന്നു. രാഷ്ട്രീയ പിന്തുണ കൂടി ആയതോടെ അയാളെ മറ്റുള്ളവർക്ക് തൊടുവാൻ പോലും കഴിയാത്ത അവസ്ഥയായി. എന്നാലും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും കാലം വരെ മുഹമ്മദ് അയ്യൂബ് പണം അയച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴാ പണത്തിന്റെ ഒഴുക്ക് നിലച്ചിരിക്കുകയാണ്. ദാനം ചെയ്തും ജീവിതം അടിച്ചു പൊളിച്ചും ഇലക്ഷന് മത്സരിക്കുവാനായിട്ട് ചെലവ് ചെയ്തും അയാളുടെ കൈവശമുണ്ടായിരുന്ന പണമെല്ലാം ഇപ്പോൾ തീർന്നിരിക്കുന്നു. ഒടുവിൽ തന്റെ സ്വന്തം ഗ്രാമമായ ഡെബിയായിലേക്ക് ഒരു ദരിദ്രനായിട്ട് അയാൾ മടങ്ങി വരികയാണ്. ഇത്രയും വലിയ സ്കാം ചെയ്തിട്ടും അയാൾ ജയിലിൽ കിടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. മാലിയിൽ വെച്ച് താൻ കൊള്ളയടിച്ചതായിട്ട് ഇയാൾ സമ്മതിച്ചു. അതോടെ മാലി ഗവൺമെന്റ് ഇയാളെ 3 വർഷം തടവിന് വിധിച്ചു. എന്നാൽ ആ സമയത്താണ് ബബാനി പാർലമെന്റ് അംഗമായത്. അതോടെ ഈ ശിക്ഷയിൽ നിന്നും അയാൾ ഒഴിവാക്കപ്പെടുകയാണ്. ജയിൽ ശിക്ഷയ്ക്ക് പകരം കോടതി വിധിച്ചത് ഒരു ഭൂതോച്ചാടനമായിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് ഇതാണ്: പണമില്ലെങ്കിൽ രാഷ്ട്രീയമില്ല. ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ ജനങ്ങളുമില്ല. അതുകൊണ്ടായിരിക്കണം ഈ കഴിഞ്ഞ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ഫൗട്ടങ്ക ബബാനി ദയനീയമായിട്ട് പരാജയപ്പെട്ടു. എന്നാൽ ഇങ്ങനെ ഒരു റോബിൻഹുഡ് ആഫ്രിക്കയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ BBC ടീം നേരെ മാലിയിലേക്ക് വരികയാണ്. മാലിയിൽ വെച്ച് ബബാനിയെ അവർ ഇന്റർവ്യൂ ചെയ്തു. ഇന്റർവ്യൂ എടുത്തത് ഒരു സ്ത്രീയായിരുന്നു. അവരോട് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ 250 മില്യൺ ദിർഹം മോഷ്ടിച്ചു എന്നുള്ളതൊക്കെ വെറും ഒരു കള്ളക്കഥയാണ്. ഞാൻ ഇസ്ലാമിക് ബാങ്കിലേക്ക് പോയി എന്നുള്ളത് ശരിയാണ്. അതൊരു കാർ ലോൺ എടുക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ എൻ്റെ പേരും പറഞ്ഞ് ആ ബാങ്കിലെ ജീവനക്കാർ തന്നെയാണ് ആ തട്ടിപ്പ് നടത്തിയത്. എനിക്കതിൽ യാതൊരു പങ്കുമില്ല. അല്ലെങ്കിൽ തന്നെ വൂഡു വിദ്യ അല്ലെങ്കിൽ ആഭിചാരം ഇതുപയോഗിച്ചൊരു ബാങ്ക് കൊള്ളയടിക്കുവാനായിട്ട് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ബബാനിയുടെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ചോദിക്കുവാൻ ആ ഇന്റർവ്യൂവർക്ക് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഇസ്ലാമിക് ബാങ്കിലെ അക്കൗണ്ടിൽ ധാരാളം പണം വന്നിരുന്നു. അതിനുള്ള തെളിവുണ്ട്. ആ അക്കൗണ്ടിൽ നിന്നും അമേരിക്കയിലെ സിറ്റി ബാങ്കിലേക്ക് പണം ഒഴുകിയിരുന്നു. അതിനും തെളിവുണ്ട്. നിങ്ങൾ എയർ ഡാബിയ എന്ന പേരിൽ ഒരു വിമാന സർവീസ് നടത്തിയില്ലേ? 2 ഹെലികോപ്റ്ററുകൾ വാങ്ങിക്കുവാനായിട്ട് ശ്രമിച്ചതിന്റെ പേരിലാണല്ലോ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനുള്ള പണം എവിടെ നിന്നാണ്? ഈ വരുമാനത്തിന്റെ സോഴ്സ് എന്താണ്? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒന്നുപോലും അവർ ചോദിച്ചില്ല. കാരണം BBC ടീം ഇപ്പോൾ നിൽക്കുന്നത് ആഫ്രിക്കയിലാണ്, അതായത് ബബാനിയുടെ തട്ടകത്തിൽ. തങ്ങൾക്ക് ഇന്റർവ്യൂ നൽകുന്ന ഈ മനുഷ്യൻ അത്ര സാധാരണക്കാരനല്ലെന്നും അവർക്കറിയാം. കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയാൽ നേരെ ചൊവ്വേ അവിടെ നിന്നും മടങ്ങുവാനായിട്ട് കഴിയില്ല എന്ന് അവർക്കറിയാം. അതിൻ്റെതായിട്ടുള്ള ഒരു ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഇന്റർവ്യൂ ഒരു പൂർണ്ണമായിരുന്നില്ല. ഈ കഴിഞ്ഞ 2021 മാർച്ച് മാസത്തിൽ ഭൂതങ്ക ബാബാനി സിസാക്കോ അന്തരിച്ചു. തന്റെ ശവക്കുഴിയിലേക്ക് സിസ്കോ പോയത് ഒരു രഹസ്യവും എടുത്തുകൊണ്ടാണ്. താൻ എങ്ങനെയാണ് ആ ബാങ്ക് മാനേജരെ വശീകരിച്ച് 242 മില്യൺ ദിർഹം കൊള്ളയടിച്ചത് എന്ന രഹസ്യവുമായിട്ട്. ബാങ്ക് റോബറികളുടെ ഹിസ്റ്ററി മുഴുവൻ എടുത്തു നോക്കിയാലും ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് കാണുവാനേ കഴിയില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. കള്ളനാണെങ്കിലും നല്ല മനസ്സുള്ള ഒരു കള്ളനായിരുന്നു അയാൾ. മറ്റുള്ള റോബേഴ്സിനെ പോലെ കിട്ടിയ പണം തനിക്ക് വേണ്ടി മാത്രമായിട്ട് അയാൾ ചെലവഴിച്ചില്ല. തന്റെ ഗ്രാമത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അയാൾ അത് വിനിയോഗിച്ചു. അവരുടെ ക്ഷേമത്തിനു വേണ്ടിയിട്ട് അയാൾ പ്രവർത്തിച്ചു. മാലിയിലെ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും ഫൗട്ടങ്ക ബബാനി സിസ്കോ ഒരു ഹീറോയാണ്. പാശ്ചാത്യ സാഹിത്യത്തിലെ റോബിൻ ഹുഡിനെ പോലെ ഒരു നായകനാണ്.
ഒരു കണക്കിന് നോക്കിയാൽ നമ്മുടെ നാട്ടിലുള്ള ചില കൊള്ളക്കാരെക്കാളും എത്രയോ ഭേദമാണ് സിസ്കോ. ഇവിടെയുള്ള ചിലരാകട്ടെ 10,000-കണക്കിന് കോടി രൂപ കൊള്ളയടിച്ച ശേഷം UK-ലും അമേരിക്കയിലും പോയിട്ട് സെറ്റിലായിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. ആ കാര്യമൊക്കെ പരിഗണിച്ചാൽ അതിന് നേരെ വിപരീതമായിരുന്നു ഇദ്ദേഹം. മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് കൊള്ളയടിച്ചിട്ട് ആ പണം കൊണ്ടുവന്ന് സ്വന്തം നാട്ടിൽ ചെലവഴിച്ച നാഷണൽ ഹീറോ. അങ്ങനെയാണ് അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. എത്രയൊക്കെ ന്യായീകരിച്ചാലും കുറ്റം തന്നെയാണ്. സിസ്കോ ചെയ്തത് ശരിയല്ല താനും. പക്ഷെ അയാൾ ഈ ക്രൈമിൽ കാണിച്ച വളരെ ബുദ്ധിപരമായിട്ടുള്ള ചില നീക്കങ്ങളുണ്ട്. അതിനെ അഭിനന്ദിക്കാതിരിക്കുവാനായിട്ട് കഴിയില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നിതാണ്, ഒരു ദിവസം പോലും ഈ കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ കഴിയുവാനായിട്ട് അയാൾക്കിട വന്നിട്ടില്ല. 2, കോടതിയിൽ വെച്ച് അയാൾ താൻ കൈക്കൂലി കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു എന്ന് കുറ്റസമ്മതം നടത്തിയ കാര്യം അതും എടുത്ത് പറയാതിരിക്കുവാനായിട്ട് കഴിയില്ല. വളരെ ബുദ്ധിപരമായിട്ടുള്ള ആ നീക്കം മൂലം അമേരിക്കൻ ഗവൺമെന്റിന്റെ കണ്ണിൽ കുറച്ചു കാലം പൊടിയിടുവാനായിട്ട് അയാൾക്ക് കഴിഞ്ഞു. മറ്റൊന്നുമല്ല, അമേരിക്കൻ അതോറിറ്റി അയാളുടെ സോഴ്സ് ഓഫ് ഇൻകമിനെ കുറിച്ച് അന്വേഷിക്കുവാനേ പോയില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, ഈ ബാങ്ക് മാനേജർ മുഹമ്മദ് അയ്യൂബിനെ കൊണ്ട് തുടർച്ചയായിട്ട് ഇത്രയും പണം എങ്ങനെയാണ് തന്റെ അക്കൗണ്ടിലേക്ക് അയാൾ ഇടിവിച്ചത്? അതിന്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും? വൂഡു വിദ്യ, അതായത് ബ്ലാക്ക് മാജിക് ആയിരിക്കുമോ? അതുമല്ലെങ്കിൽ മെസ്മറിസം, ഹിപ്നോട്ടിസം, അതുപോലെ എന്തെങ്കിലും പ്രയോഗങ്ങൾ അയാൾ നടത്തിയിട്ടുണ്ടാവുമോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നുവരെ ഒരു ഉത്തരം കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതൊരു മിസ്റ്ററി ആയിട്ട് ഇന്നും അവശേഷിക്കുന്നു.